ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷ്ണു ഫോൺ വിളിച്ചിട്ട് താൻ എന്താ എൻ്റെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ കാര്യമുണ്ട് എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം എന്താ പറയുമ്പോൾ ഞാൻ വെറുതെ ഒന്നും പറയില്ല എന്ന് വിഷ്ണുവേട്ടനെ അറിയാമല്ലോ, പിന്നെ ഞാൻ ഒരു കാര്യമില്ലാതെ ഒന്നും പറയില്ല, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് വരാനോ ചോദിക്കുമ്പോൾ കാര്യമുണ്ട്, നല്ല പഴമാങ്ങ പച്ചടിയൊക്കെ കൂട്ടി ചോറുണ്ടിട്ട് പോവാം, ഞാൻ ഫോൺ വയ്ക്കുകയാണെന്നും പറഞ്ഞ് കാര്യം പറയാതെ ശാലിനി അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് പൊന്നിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ശാലിനിയാണെങ്കിൽ അവിടെ ജോലിയൊക്കെ ചെയ്യുകയാണ്. അന്നേരം എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടനും കൂടി വരട്ടെ, അച്ഛനും മകനും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആണ് പൊന്നി ഓർമ്മിക്കുന്നത്, സാറ് പ്രീതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായി, വെള്ളം എന്തെങ്കിലും വേണമെന്ന് ഞാൻ ചോദിക്കാമെന്നും പറഞ്ഞ് പൊന്നി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പെട്ടെന്ന് പൊന്നിയെ തടയുകയാണ്. അവിടെ നിന്ന് അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, അച്ഛനും മകളും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നിയെ തടഞ്ഞു നിർത്തുകയാണ്. പക്ഷേ ശാലിനിക്ക് അന്നേരം അവിടെ ഒരു കള്ള ലക്ഷണമാണ്, എന്തോ പൊന്നിയിൽ നിന്നും എല്ലാവരിൽ നിന്നും മറയ്ക്കാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം പ്രീതിയുടെ മുറിയിലേക്ക് എത്തുന്ന രാഘവൻ നായർ പ്രീതിയുടെ കൈ പിടിച്ച് തൻ്റെ സങ്കടങ്ങളൊക്കെ പ്രീതിയോട് പറയുകയാണ്. ഞാൻ ആദ്യം ഭാമയെ കല്യാണം കഴിക്കുമ്പോൾ ഒരാഗ്രഹം മാത്രമേ ഭാമയോട് പറഞ്ഞിട്ടുള്ളൂ, സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ തരണമെന്ന്. ആദ്യത്തെ കുഞ്ഞാണായപ്പോൾ ഞാൻ അവളോട് പിണങ്ങി വരെ നടന്നിട്ടുണ്ട്, പക്ഷേ രണ്ടാമത്തേത് പെൺകുട്ടിയായപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ മോൾ ഇങ്ങനെ ജീവച്ഛവം പോലെ കട്ടിൽ കിടക്കുകയാണല്ലോ, എല്ലാം മോൾക്ക് അന്യം നിന്ന് പോവുകയാണ്, പ്രസവിച്ച കുഞ്ഞ്, മുന്നോട്ടുള്ള ജീവിതങ്ങളെല്ലാം വേനലിൽ പുഴ പറ്റുന്നത് പോലെ എല്ലാം ആവിയായി പോവുകയാണ്. മോളെ ഞാൻ രാജകുമാരിയെ പോലെ അണിചൊരുക്കിക്കൊണ്ട് നടക്കാനാണ്, മുടി ചീകി കെട്ടാനും കണ്ണെഴുതാനും പൊട്ടുതൊടിയിക്കാനും എല്ലാം എനിക്ക് വലിയ ആഗ്രഹങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മോളെ കുഞ്ഞുനാളിൽ വരെ ഒന്നിനും തനിച്ചു വിടാതെ കാവലിന് വരെ ആളിനെ കൂട്ടിവിടുന്ന ഒരു വിനോദയാത്രയ്ക്ക് പോലും, ഡാൻസിനോ പാട്ടിനോ ഒന്നും ആളില്ലാതെ ഞാൻ വിടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങ് സങ്കടം ഇങ്ങി പൊട്ടി രാഘവൻ നായർ പ്രീതിയുടെ കയ്യിലും തലയിലും ഒക്കെ തലോടി അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രീതി എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് രാഘവൻ നായർ ചുറ്റുമൊക്കെ നോക്കിയിട്ട് രാഘവൻ നായരുടെ ഭാവം പെട്ടെന്ന് മാറുകയാണ്. മോൾ ഇങ്ങനെ തെരുവ് പട്ടികൾ കടിച്ചു കീറിയ ഒരു ശവം പോലെ, ജീവൻ മാത്രം ബാക്കി, ഒരു കുഞ്ഞിനെ പോലെ ജീവൻ മാത്രം ബാക്കിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോഴും രാഘവൻ നായരുടെ മുഖമൊക്കെ അങ്ങ് ചുവന്നു തുടുത്ത് എന്തോ ഒരു ഭീകരമായ രൂപമായിട്ട് മാറുകയാണ്. നീ ഇഷ്ടപ്പെട്ട പുരുഷനെ നിന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ അച്ഛന് ആശ്വാസമായിരുന്നു, പക്ഷേ എല്ലാം നിനക്ക് അന്യം നിന്ന് പോവുകയാണ്. ഞാനും എൻ്റെ അമ്മയും ജീവിച്ചിരിക്കുന്നവരെ നിനക്കൊരു തണലുണ്ടാകും, പക്ഷേ ഈ 4 ചുവരുകൾക്കുള്ളിൽ നാവിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇട്ട് തരാനില്ലാതെ, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ നീ ഇങ്ങനെ കിടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഇങ്ങനെ പതിയെ കൈ ഇങ്ങനെ പ്രീതിയുടെ കഴുത്തിലേക്ക് കൊണ്ടുവരികയാണ്, അമർത്താൻ എന്നോണം. മോളെ, ഇത് അച്ഛന് മനസ്സുണ്ടായിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ അച്ഛൻ്റെ ഒരു കരുണയാണ്, മോൾക്കിത് ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ഒരു ജീവിതം മോൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് പ്രീതിയുടെ കഴുത്തിലേക്ക് വെച്ച് പതിയെ അമർത്താനായിട്ട് രാഘവൻ നായർ ശ്രമിക്കുന്നുണ്ട്. ഈ അച്ഛന് നിന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു കരുണയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കഴുത്തിങ്ങനെ അമർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രീതിയിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് രാഘവൻ നായർ കയ്യങ്ങ് എടുത്തിട്ട് ആ കഴുത്തിൽ നിന്നും ഇങ്ങനെ ആ സമയത്ത് രാഘവൻ നായരുടെ മുഖമൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഒരു കൊലയാളിയെ പോലെ തന്നെ അങ്ങ് രാഘവൻ നായരുടെ കണ്ണൊക്കെ അങ്ങ് ചുവന്ന് കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് രാഘവൻ നായർ കയ്യങ്ങ് എടുക്കുകയാണ്. കൈ എടുത്തതിന് ശേഷം അങ്ങ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് രാഘവൻ നായർ കരയുകയാണ്. കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്, അങ്ങ് വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ പ്രീതി ാണെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. പക്ഷെ അങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർക്ക് ഒരു നെഞ്ചുവേദന വരികയാണ്. തുടർന്ന് നെഞ്ചുവേദന കൊണ്ടങ്ങ് രാഘവൻ നായർ പിളയുന്നുണ്ട്. മോളെ പ്രീതി, രക്ഷിക്കടി, അച്ഛനിപ്പോൾ നെഞ്ചു പൊട്ടിച്ചാവുമെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് വീൽ ചെയറിലിരുന്നങ്ങ് നിലവിളിക്കുകയാണ്. നേരം പെട്ടെന്ന് പ്രീതിയുടെ കണ്ണിങ്ങനെ അടയുന്നുണ്ട്, കണ്ണിമ വെട്ടുകയാണ്. അതിനുശേഷം കൃഷ്ണമണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കുന്നുണ്ട്. കയ്യിലെ വിരലുകളൊക്കെ പ്രീതി അനക്കുകയാണ്. അന്നേരം അച്ഛനെ രക്ഷിക്കടി, അച്ഛൻ ഹൃദയം പൊട്ടി ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് രാഘവൻ നായർ ആ വീൽ ചെയറിൽ നിന്നും അങ്ങ് താഴേക്ക് വീഴുകയാണ്. താഴെ കിടന്നങ്ങ് വേദന കൊണ്ട് അങ്ങ് കരയുന്നുണ്ട്. അന്നേരം പ്രീതിയുടെ കൈ ഇങ്ങനെ കട്ടിലിൻ്റെ താഴേക്ക് അങ്ങ് പോവുകയാണ്. അന്നേരം മോളെ പിടിക്കുക, അച്ഛനെ രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കയ്യിൽ പെട്ടെന്ന് രാഘവൻ നായർ പിടിക്കുന്നുണ്ട്. ആ സമയം മുഴുവൻ പ്രീതി കണ്ണനക്കുകയും കണ്ണ് ഇമ വെട്ടുകയും കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രീതിയിൽ ആ രാഘവൻ നായരുടെ ആ അറ്റാക്ക് വന്നു എന്നുള്ള ഒരു ബോധം പ്രീതിക്ക് ഉണ്ടാവുകയും പ്രീതിയിൽ ചലനത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയാണ്. ഇതേസമയം വിഷ്ണു അവിടെ ജീപ്പിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുറ്റത്തെങ്ങും ആരെയും കാണാത്തപ്പോൾ
വിഷ്ണു അങ്ങ് ഹാളിലേക്ക് കയറിയിട്ട് ശാലിനി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ഇതേസമയം രാഘവൻ നായർ തറയിൽ കിടന്ന മോളെ രക്ഷിക്കടി എന്ന് പറഞ്ഞ് പ്രീതിയുടെ കയ്യിലേക്കൊക്കെ പിടിക്കുകയാണ്. പക്ഷെ കൈപിടി കിട്ടുന്നില്ല. പക്ഷെ പ്രീതി കണ്ണൊക്കെ അനക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരുടെ ബഹളമൊക്കെ താഴെ നിൽക്കുന്ന വിഷ്ണു കേൾക്കുകയാണ്. അന്നേരം അച്ഛൻ പ്രീതി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഓടി പ്രീതിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വരുമ്പോൾ അങ്ങ് തറയിൽ കിടന്ന് വേദന കൊണ്ട് പിളയുന്ന രാഘവൻ നായരെയാണ് കാണുന്നത്. അച്ഛാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് പക്ഷേ രാഘവൻ നായർ ഇങ്ങനെ വിഷ്ണുവിനെ താരെ നോക്കുകയാണ്. വിഷ്ണു വന്നത് കണ്ടിട്ട് രാഘവൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതേസമയം ശാലിനി ഓടി വരുമ്പോൾ ശാലിനി ഇതേ അച്ഛന് നെഞ്ചുവേദന വയ്യെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശാലിനി ശ്രദ്ധിക്കുന്നത് പ്രീതിയെ മാത്രമാണ്. നോക്കുമ്പോൾ പ്രീതി ഇങ്ങനെ കണ്ണക്കീമ വെട്ടുന്നുണ്ട്, കൃഷ്ണമണി ചലിപ്പിക്കുന്നുണ്ട്, കയ്യിലെ വിരലൊക്കെ അനക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രീതിക്ക് ശാലിനിക്ക് ആകെ അങ്ങ് സന്തോഷമാണ്. തുടർന്ന് ഒരുവിധം രാഘവൻ നായരെ വിഷ്ണു താങ്ങി പിടിച്ച് താഴെ കൊണ്ടുവന്ന് സെറ്റിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ശാലിനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിക്കുക, അവർ ആംബുലൻസ് വിട്ടോളും, ആശുപത്രി കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശാലിനി ഇതൊന്നും കാര്യമാക്കുന്നില്ല. ശാലിനി ആണെങ്കിൽ എന്തോ ഒരു ദേഷ്യം പോലെ അങ്ങ് തലയിൽ കൈവച്ച് അങ്ങ് സെറ്റിലേക്ക് വിഷ്ണു പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. രാഘവൻ നായരും ആകെ അങ്ങ് കൂളായിട്ടിരിക്കുന്നുണ്ട്. അന്നേരം പൊന്നി വെള്ളം എടുക്ക് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ വെള്ളം വേണോ എന്നിങ്ങനെ കളിയാക്കി പൊന്നി ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വെള്ളം വേണമെന്നോ, പോയി എടുത്തോണ്ട് വാടിയെന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. അത് കേട്ട് പേടിച്ചെന്നോണം പൊന്നി വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് നീ ഒന്ന് തിരക്ക് കൂട്ടാതിടാന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ ആകെ വെപ്രാളവും പേടിയും ഒക്കെയാണ്. അച്ഛൻ നെഞ്ചുവേദന വന്നവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് വിഷ്ണുവിന് തിരക്ക്. അന്നേരം ശാലിനി നീ ഇതുവരെ ഡോക്ടറെ വിളിച്ചില്ലേ, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒഴുക്കം മട്ടിൽ ഇല്ല എന്നങ്ങ് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ വിളിക്കണമെന്ന് അച്ഛനോട് ചോദിക്കുന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്, ശാലിനി പറയുന്നുണ്ട്. അന്നേരം എടാ എനിക്ക് നെഞ്ചുവേദന ഒന്നുമില്ല, എനിക്ക് നെഞ്ചുവേദനയും മണ്ണാങ്കട്ടയും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇല്ലേ പിന്നെന്താ ചോദിക്കുമ്പോൾ എല്ലാം ഇവളുടെ പ്ലാനിങ് ആണെന്ന് രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, പ്ലാനിങ്ങോ എന്താണെന്നും പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ വിഷ്ണു നിൽക്കുകയാണ്. ഈ സമയത്ത് പൊന്നി വെള്ളവുമായിട്ട് വരുന്നുണ്ട്. അന്നേരം പൊന്നി എന്തായാലും വെള്ളം കൊണ്ടുവന്നതല്ലേ ഇങ്ങ് താന്നും പറഞ്ഞ് അത് രാഘവൻ നായർ വാങ്ങിക്കുന്നുണ്ട്. തുടർന്ന് താനെങ്കിലും എന്തെങ്കിലും പറയണമെന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പ്രീതി എന്നും ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടന്നാൽ മതിയോ? അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വിഷ്ണുവിന് അറിയില്ലേ? തനിക്ക് പ്രിയപ്പെട്ടവർക്ക് തൻ്റെ കൺമുന്നിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രീതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? അതിന് ഉള്ളൊരു നാടകമായിരുന്നു ഈ ഹാർട്ട് അറ്റാക്കൊക്കെ. സ്വന്തം അച്ഛൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് നെഞ്ചുവേദന വന്ന് ഇങ്ങനെ തറയിൽ കിടന്ന് പിടയുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രീതി എഴുന്നേൽക്കും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ചിന്ത എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതിന് പ്രീതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അന്നേരം ഉണ്ടായി. അച്ഛൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ മാറി നിന്ന് പ്രീതിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് മാത്രം തറച്ചു നിന്നിരുന്ന അവളുടെ കണ്ണുകൾ ഇന്ന് ആദ്യമായിട്ട് അനങ്ങി, കൈവിരലുകൾ അനക്കി, ശ്വാസഗതി വർദ്ധിച്ചു, കുറേശ്ശെ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മളെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യും, നമ്മൾ പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം? അവളുടെ പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു എല്ലാം ശ്രദ്ധിച്ചിട്ട് വിഷ്ണു അങ്ങ് ഒരു നിരാശയോടെ അങ്ങ് സെറ്റിലേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ പ്രീതി എഴുന്നേറ്റേനെ അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റയടിക്കൊന്നും എഴുന്നേൽക്കാൻ സാധ്യതയില്ല, കോമയിലല്ലേ. പക്ഷേ കൃഷ്ണമണി ഒഴികെ ബാക്കി എല്ലാം അവർക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ നിലത്ത് വീണ് പിടയുമ്പോൾ ആ സ്ഥലത്തേക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നു. ഇനി കുറേശ്ശെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഞാൻ വന്നത് മോശം രക്ഷയായില്ല എന്ന് പറയുമ്പോൾ നീ വന്നത് എനിക്ക് രക്ഷയായി. ഈ ഹാർട്ട് അറ്റാക്കൊക്കെ അഭിനയിക്കുന്നത് ഭയങ്കര പാടാണ്, അതും ഈ നിലത്ത് വീണ് തറയിലൊക്കെ കിടന്ന് ഉരുണ്ട് ഇനി ഞാനില്ലേ എന്നൊക്കെ രാഘവൻ നായർ തമാശ മട്ടിൽ പറയുമ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. അന്നേരം പൊന്നി പറയുന്നുണ്ട്, ശാലിനി കുഞ്ഞ് എന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ദേഷ്യവും എല്ലാം ഒക്കെ ശമിക്കുകയാണ്. ഇനി ഇത്രയും പുരോഗതി ഉണ്ടായ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്താകുമെന്ന് നോക്കാം എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. തുടർന്ന് അങ്ങ് വിഷ്ണുവിൻ്റെ മുഖഭാവം കണ്ടിട്ട് രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ പേടിച്ചോടാന്ന്, പേടിച്ചല്ലേ ചോദിക്കുമ്പോൾ. അന്നേരം പിന്നെ പേടിക്കാതെ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പോട്ടെടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി നമുക്ക് ഇയാളുടെ വീട് വരെ ഒന്ന് പോകണമെന്ന്. അന്നേരം എന്താ വിഷ്ണുട്ടാൻ ചോദിക്കുമ്പോൾ അത് പോകുന്ന വഴി പറയാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാര്യം പറയുന്നില്ല. തുടർന്ന് പൊന്നിയോടും രാഘവൻ നായരും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ശാലിനിയും കൊണ്ട് വിഷ്ണു അവിടെ നിന്ന് കുടുംബശ്രീയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ വിഷ്ണുവിൻ്റെ ആ വിഷമിച്ചുള്ള പോക്ക് കണ്ടിട്ട് ഇനി എന്താണാവോ ശാരദാമ്മയുടെ വീട്ടിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ് രാഘവൻ നായർ ആശങ്കപ്പെടുന്നുണ്ട്.
തുടർന്ന് പിറ്റേന്ന് രാവിലെ സുസ്മിതയെ കാണിക്കുന്നുണ്ട്. റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അന്നേരം ജനലിൻ്റെ അടുത്തേക്ക് രോഹിത് വരുമ്പോൾ രോഹിത് എന്നെ ഒന്ന് തുറന്ന് വിട്, ഇല്ലെങ്കിൽ എൻ്റെ ഫോണെങ്കിലും ഒന്ന് താന്നൊക്കെ പറഞ്ഞ് സുസ്മിത പറയുമ്പോൾ ഒരക്ഷരം ഉണ്ടായ സുസ്മിത ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് രോഹിത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോൾ പത്മാവതി അമ്മ ചായ എടുക്കുകയാണ്. അന്നേരം എത്ര കാലം ഇവളെ എങ്ങനെ പൂട്ടിയിടാമെന്നാണ് എന്നിങ്ങനെ സുസ്മിതയെക്കുറിച്ച് പത്മാവതി അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ജീവിതകാലം മുഴുവൻ പൂട്ടിയിടാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, കുറച്ചു കാലം അവിടെ കിടന്ന് അവളൊരു പാഠം പഠിക്കട്ടെ എന്ന് പറയുകയാണ്. ഇതൊക്കെ സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ സംസാരമൊക്കെ. തുടർന്ന് മോനിപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം, മരിച്ചുപോയ ആൾ തിരിച്ചു വന്നിരിക്കുന്ന സന്തോഷത്തിലല്ലേ, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് രോഹിത് ചായ ഗ്ലാസ് തിരികെ കൊടുത്തിട്ട് അവിടെ ഒന്നും പോകുന്നുണ്ട്. തുടർന്ന് ആ ജനലിൻ്റെ സൈഡിൽ കൂടി പത്മാവതി അങ്ങോട്ട് പോകുമ്പോൾ തള്ളേ നിങ്ങളെ മോൻ പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് വേണമെടി എന്നും പറഞ്ഞ് പത്മാവതിയമ്മ ദേഷ്യപ്പെടുന്നവയാണ്. അന്നേരം അധിക കാലമൊന്നും നിങ്ങളുടെ മകന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല, കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇനി കുറച്ച് കാലമേ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നീ കുറേ എങ്ങും വിളിക്കുമെന്നും പറഞ്ഞ് പത്മാവതിയമ്മ വഴക്ക് പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് വിവരമില്ല, പക്ഷെ നിങ്ങളുടെ മോൻ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഗാർഹിക പീഡനം ഇത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, അതുകൊണ്ട് നിങ്ങളെ മകനെ ഞാൻ പൂട്ടും, നിങ്ങളെ ഞാൻ പൂട്ടും എന്നൊക്കെ പറഞ്ഞ് തള്ളയെന്നൊക്കെ വിളിച്ചാണ് പത്മാവതിയമ്മ സംബോധന ചെയ്ത് സുസ്മിത സംസാരിക്കുന്നത്. പക്ഷേ പത്മാവതിയമ്മ ആ അവസാനം പറയുന്ന കേൾക്കുമ്പോൾ തെല്ലൊന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ബാക്കി നാളെ. താങ്ക് യു.